ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ബാലിയിൽ ഞാൻ കുറച്ചധികം ഡ്രസ്ഡപ്പ് ആണ്. അശ്വിൻ ഗണേഷും ഇന്നാണ് ആക്ച്വലി ഒന്ന് ഡ്രസ്സപ്പ് ചെയ്തത്. കാണട്ടെ. ഓ നൈസ്. സത്യം പറഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ഡ്രസ്സ് ചെയ്തൊന്ന് റെഡി ആവാൻ ഇന്ന് മാത്രമേ സമയം കിട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസവും നമ്മൾ ഞെട്ടിയാണ് എണീക്കുന്നത്. 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അയ്യോ ഇന്നത്തെ ദിവസം ഓടാൻ റെഡി ആവണമല്ലോ എന്ന് ആലോചിച്ച്. സോ ടുഡേ ഈസ് ദി ഫസ്റ്റ് ഡേ ദാറ്റ് വി ഗോട്ട് ആക്ച്വൽ ടൈം ടു ആക്ച്വലി പതുക്കെ എണീച്ച് റിലാക്സ് ചെയ്തിട്ട്. ഇന്ന് നമ്മുടെ കൂടെ അമ്മു, ഇഷാനി, അൻസിക, അമ്മ ആരുമില്ല. അവരൊക്കെ രാവിലെ സ്ഥിരമുള്ള പോലെ ഓടിയിട്ടുണ്ട്. അശ്വിനും എനിക്കും പൊതുവെ വെക്കേഷൻസിന് വരുമ്പോൾ നമുക്ക് വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ലൈക്ക് എ റിലാക്സ്ഡ് വെക്കേഷൻ ആൻഡ് നോട്ട് ലൈക്ക് എ വാർ ബിറ്റ്വീൻ ദ വെക്കേഷൻ ആൻഡ് അസ്. നമുക്കെന്ന് പറയുമ്പോൾ ഇപ്പം എന്താ പറയുക, അമ്മുനും എല്ലാവർക്കും ഓരോരോ പ്രിഫറൻസ് ആണല്ലോ, എല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ. അമ്മുനും അമ്മയ്ക്കും ആയാലും ഇപ്പം നമ്മളൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ ഓരോ കോർണറും കാണണം. ഈവൻ ദോ അതിനകത്ത് ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്, നടക്കണം, മല കയറണം, ട്രെക്കിങ് ചെയ്യണം, തലകുത്തി മറിയണം എന്നൊക്കെ പറഞ്ഞാലും ദേ ബോത്ത് ആർ ടോട്ടലി ഫൈൻ വിത്ത് ഇറ്റ്. ദേ ബോത്ത് ജസ്റ്റ് ലവ് റോമിങ് അറൗണ്ട് എവറി കോർണർ. അവർക്കത് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ഓടി നടന്ന് അത് രാവിലെ എണീച്ച് കുളിച്ച് റെഡിയായി, അത് അവരുടെ ഒരു ടൈപ്പ് ഓഫ് ഒരു രീതിയാണ്. അശ്വിനും എനിക്കും വെക്കേഷൻ എന്ന് പറയുമ്പോൾ ഐ മീൻ എത്ര പേരാണ് അവരെ പോലെ, എത്ര പേരാണ് നമ്മളെ പോലെ എന്നുള്ളതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ഇടണം. രാവിലെ എണീച്ച് ഇവിടുത്തെ എല്ലാ മറ്റേ സൈറ്റ് സീയിങ്ങിനും പോയി കറങ്ങി നടന്ന് ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. ബിക്കോസ് ഐ എം നോട്ട് ദാറ്റ്. ഞാനും അശ്വിൻ ബേസിക്കലി നമ്മൾ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്നും പറഞ്ഞ് അങ്ങനെ കിടന്ന് ഉറങ്ങാൻ ഒരു 11 മണി വരെയെങ്കിലും ഉറങ്ങാൻ പറ്റണം. ഉറങ്ങി എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവുക. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഫേമസ് ആയിട്ടുള്ള ഏതൊരു മോളിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് ഏരിയയിലോ ഒക്കെ ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ പോവുക. അതിൻ്റെ അടുത്തുള്ള പല നല്ല സാധനങ്ങളും കണ്ടാൽ പോയി ഫോട്ടോ എടുക്കുക, തിരിച്ചു വരിക, ഒന്ന് റിലാക്സ് ചെയ്യുക. നൈറ്റ് ടൈം ആകുമ്പോഴത്തേക്കും വീണ്ടും ഒരു നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും കുറച്ച് ഓൺ ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്ത്, നമുക്ക് ക്ലബ്ബും പബ്ബും ഒന്നും അശ്വിനും എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ അതൊക്കെ നടക്കുന്ന ഏരിയാസ് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും വലിയൊരു ബീച്ച് ഏരിയയോ അല്ലെങ്കിൽ ഒരു ഹിൽ സ്റ്റേഷൻ പോലെ ഒരു ക്യാമ്പ് ഫയർ ഉള്ള ഏരിയ, അവിടെ എവിടെയെങ്കിലും പോയി ചില്ല് ചെയ്തിട്ട് എൻജോയ് ചെയ്തിരിക്കാനാണ് അശ്വിനും എനിക്കും ഇഷ്ടം. പിന്നെ പോയി കിടന്ന് ഉറങ്ങുക. അടുത്ത ദിവസം സെയിം തിങ് റിപ്പീറ്റ് ചെയ്താലും വി ആർ ടോട്ടലി ഫൈൻ വിത്ത് ഇറ്റ്. സോ നമ്മളെ പോലെ എത്ര പേരുണ്ടെന്നും അവരെ പോലെ എത്ര പേരുണ്ടെന്നും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്യാബ് ഇവിടെ എത്തിയിട്ട് കുറച്ച് നേരമായി, ഡോർ അടയ്ക്കാൻ പറ്റുന്നില്ല. നമുക്ക് അതൊന്ന് പോയി ശരിയാക്കി കൊടുത്തിട്ട് പോകാം. അങ്ങനെ നമുക്ക് നമ്മുടെ ക്യാബ് കിട്ടി. നമ്മൾ ആദ്യം നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. നമ്മൾ അച്ഛൻ ഇവിടെ ആക്ച്വലി ഉണ്ടായിരുന്നു. നമ്മൾ അച്ഛനോട് 2-3 പ്രാവശ്യം വിളിച്ചു ചോദിച്ചു നമ്മളോട് ലഞ്ച് കഴിക്കാൻ വരുന്നു. പക്ഷെ അച്ഛൻ പറഞ്ഞില്ല, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ മാത്രമേ കഴിക്കുന്നുള്ളൂ, ലഞ്ച് സ്കിപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ടു മച്ച് ഫുഡായി ഇവിടെ നിന്ന് കുറേ കഴിച്ചു. അപ്പോൾ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ഇറങ്ങി. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്ന ക്വീൻസ് തന്തൂർ എന്ന് പറഞ്ഞൊരു കുസീനിലോട്ടാണ്. അവിടെ പോയതിന് ശേഷം വി ആർ ഗോയിങ് ടു സെമിനിയാക് വില്ലേജ് വിച്ച് ഈസ് എ പോപ്പുലർ മോൾ ഹിയർ. ഇത് എൻ്റെ പുതിയൊരു മാലയാണ് ഞാൻ മേടിച്ചത് ഫ്രം ഐ തിങ്ക് ഇതെവിടെ നിന്നാണ് മേടിച്ചത് നല്ലതായിട്ട് ഓർമ്മ വരുന്നില്ല. എനിക്കൊന്നും ബാങ്കോക്കിൽ വെച്ച് ഞാൻ ഏതോ കടയിൽ പോയി വാങ്ങിച്ച് ഇന്നാണ് ഇടാൻ പറ്റിയത്. എനിവേസ്, അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് എത്തിയതിന് ശേഷം കാണാം. സോ നമ്മുടെ ക്വീൻസ് തന്തൂർ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടിൽ തന്നെ കൈലാഷ് പർവ്വതം എന്നൊക്കെ സ്ഥലമുണ്ട്. ഞാൻ ഇന്നലെ എൻ്റെ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ക്വീൻസ് തന്തൂർ. ബാലിയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ നോക്കി യോസു പ്രിറ്റി എന്ന് പറയുന്നത്. കാരണം വേറൊരു ദിവസം എനിക്ക് ഒരുങ്ങാൻ സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ ചെറിയ സങ്കടമുണ്ട്. ഒരുങ്ങാതെ ചെല്ലുമ്പോൾ ആരും കൊള്ളാമെന്ന് പറയുന്നില്ല. ആകെ ഇവൻ മാത്രമേ ഞാൻ എല്ലാ ദിവസവും കൊള്ളാമെന്ന് പറയുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഞാൻ കൊള്ളാമോ, എക്സ്ട്രാ കൊള്ളാമോ? അപ്പോൾ നമ്മളിവിടെ വന്നു. ഇറ്റ്സ് ക്വൈറ്റ് നൈസ് പ്ലേസ്. ഭയങ്കര ക്രൗഡൊന്നുമല്ല, ഉള്ള സ്ഥലത്തുള്ള ഒരു ക്രൗഡ് അത്രേ ഉള്ളൂ. സോ നമ്മൾ ഫുഡൊക്കെ ഒന്ന് ഓർഡർ ചെയ്തിട്ട് കാണാം. ഓക്കെ, ഇത്രയും എന്താ പറയുക അടിപൊളിയായിട്ടാണ് അവരെൻ്റെ ഫിഷ് ടിക്ക കൊണ്ട് തന്നത് കേട്ടോ. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ഇത്രയും ഡെക്കറേഷൻ അല്ലേ. You want to try fish? No, never in my life. You just want to look at it. ചില விஷயங்கள் தூரம் இருந்து பார்க்கறது நல்லா இருக்கும். Am I one of that? No. ഞാൻ ദൂരെ നോക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടുതലേ. അടുത്ത വരുമ്പോൾ കൊള്ളൂലേ? അങ്ങനെയല്ല, നല്ലൊരു പോയിന്റ് ഓഫ് വ്യൂ കിട്ടും. ഓഹോ. സോ എൻ്റെ റൈസ് എത്തി, ആലു ജീര എത്തി. ഇതെന്താ ബിരിയാണി? ദം ബിരിയാണി, ഫിഷ് ടിക്ക, പിന്നൊന്നും വന്നില്ല. ഇനി എൻ്റെ സാമ്പാറും കൂടെ വരാവുള്ളൂ അല്ലേ. അത് ഊരി എടുക്കുമ്പോൾ ഒന്ന് വൈബായിട്ടാണല്ലോ ഊരുന്നത് അല്ലേ.
ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരെയും മൈൻഡ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് ആൾക്കാർ കമന്റില്. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരെയും മൈൻഡ് ചെയ്യില്ല എന്ന്. എന്നെങ്കിലും മൈൻഡ് ചെയ്യും. ഫുഡ് കണ്ടാലാണോ കൂടുതൽ കൊതിയാവുന്നത്, എന്നെ കണ്ടാലാണോ? ബിക്കോസ് ഞാൻ തന്നെ ഏറ്റവും കൊതിച്ച് കണ്ടുള്ള ഫുഡ് നോക്കുന്നതാ. അവിടെ ഐ തിങ്ക് ഇറ്റ്സ് ഒരു എന്താ ഡിബേറ്റബിൾ കമ്പാരിസൺ. ഫുഡ് വയറ് നിറഞ്ഞാൽ മതി എന്ന് പറയാൻ പറ്റും, പക്ഷെ നിന്നെ ഒരിക്കലും മതിയാകത്തില്ല. എന്റെ സാമ്പാറും വന്നല്ലോ. താങ്ക് യു. ഇവിടെ ലക്ഷങ്ങൾ കൊണ്ടുള്ള കളിയാണ്. ബില്ല് 5,46,000 ആയിട്ടൊക്കെ. 6 lakh ഒക്കെ ഒരു കടയുടെ പേര് ചന്തി എന്നാണ്. അടിപൊളി കട. പാനേഷ്യൻ കിച്ചൺ. സ്ട്രോബർ. ക്യൂട്ട്. ഹൻസിക്ക് ഇഷ്ടപ്പെടുന്ന കട കേട്ടോ. സ്ട്രോബർ അടുത്ത് പറയാം. ക്യൂട്ട് കട. സെമിനിയ വില്ലേജ് എത്തി. H&M ഉണ്ട്. അടിപൊളി മോളാൻ തോന്നുന്നു. നമുക്കാർക്ക് നോക്കാം. അടിപൊളി. കുഴപ്പമില്ല. അല്ല പോക്കറ്റ് ജസ്റ്റ് വെക്കാൻ പറ്റുമെങ്കിൽ വെച്ചോ. അപ്പൊ ഞാൻ പോക്കറ്റിൽ നിന്ന് കട്ടതെന്ന് പറയും. അയ്യോ നല്ല സ്ഥലം. വാ Is she going to film us? Are you the influencer? Influencer come YouTuber. 1 million subscribers. Everything outside. Okay, so what we do, we just clean first, alright? That's one. ഇത് നമ്മുടെ മറ്റേ സാധനം. ഇത് ഓക്കെ. ഇത് That's the peeling. What we show you. So just like that. It's not scrub, so it's not scrubbing, not damaging the surface of your face. Take a look. It's very, very gentle. Like you want, but man, we're still young. Skincare, it's everything you don't do now, but you will see after 10 years. ഫുള്ളങ്ങ് In വൈപ്പ് your ചെയ്ത. case, when you have very nice skin, again, you don't need too many stuff. It's around. Just to compare. Take a look here. Look at this side. And look how much smooth and brighter. And if you try, you'll feel this. ഞാൻ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. ഇന്തോനേഷ്യൻ റുപ്പിയിൽ 8.6 million rupees ആയി. കൺഗ്രാറ്റുലേഷൻസ്. H&M എന്നെ എപ്പോൾ കണ്ടാലും കൺഗ്രാറ്റുലേറ്റ്. ഏത് H&M കയറിലും 50,000-നെങ്കിലും പർച്ചേസ് ചെയ്യാനാണ്. H&M എന്നെ കാണുമ്പോൾ തൊഴുത് വിടും. ഓക്കെ, അപ്പം നമ്മുടെ അവിടുത്തെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് നമ്മുടെ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ത്രോട്ട് നല്ല പെയിൻ ഉണ്ട് എനിക്ക്, അൺബെയറബിൾ പെയിൻ ഉണ്ട്. നമ്മൾ പോയ എല്ലായിടത്തും നല്ല ഈസി ഉണ്ടായിരുന്നു. അതാണ് ഞാൻ നോർമലി സംസാരിക്കുന്നതിനേക്കാൾ വളരെ കാമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളിനി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് 2 വീലർ റെൻ്റ് എടുക്കാൻ പറ്റുമോ എന്നൊന്ന് ചോദിച്ചിട്ട് ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നില്ല. എനിക്ക് സലോണിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല സലോൺസ് നിയമി നോക്കിയിട്ട് ഞാൻ വരുന്ന വഴി ഒരെണ്ണം കണ്ടായിരുന്നു. അതിൻ്റെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല, പക്ഷെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിരുന്നു. അപ്പോൾ അവിടെ പോയി ഒരു ഹെയർ കട്ട് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഇഷാനിയുടെയൊക്കെ പോലത്തെ ഒരു ലെങ്ത്ത്, ഒരു ഇത്ര ഷോൾഡർ ലെങ്ത്ത് പോലെ ആക്കാൻ. കാരണം എൻ്റെ ഹെയർ താഴെ വന്നിട്ടൊരു ഇത്രയും പോർഷൻ നല്ല ഡാമേജ്ഡ് ആയിട്ട് ഫുൾ ഇളകിയിരിക്കും. ഇപ്പോൾ ഹെയർ ഫുൾ സ്പ്ലിറ്റ് ആൻഡ് ആയിട്ട്. സോ ഐ വാണ്ടഡ് ടു മേക്ക് ഇറ്റ് ഹെൽത്തിയർ. കാരണം ഞാൻ മുടി കട്ട് ഷോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1.5 yearsോളം ഓൾമോസ്റ്റ് ആവാറായി. ഐ തോട്ട് ഓഫ് ലൈക്ക് കട്ടിങ് ഇറ്റ് ഓഫ്. ബിക്കോസ് ഞാൻ വെഡിങ് ഓണവും തീരുന്നിട്ട് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. എവറിത്തിങ് ഇസ് ലൈക്ക് ഓവർ. ഇനിയിപ്പോൾ ഫുൾ ചില്ലിങ് മാത്രമേ ഉള്ളൂ ലൈഫിൽ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. സോ നമ്മളിപ്പോൾ ഫ്ലാറ്റിലോട്ട് റിസോർട്ടിലോട്ട് പോയിട്ട് എൻ്റെ ഫോൺ കുറച്ച് നേരം ചാർജ് ചെയ്യണം. ഫോൺ സ്വിച്ച് ഓഫ് ആവാറായി. ചാർജ് ചെയ്തിട്ട് ഡ്രസ്സ് ഒന്ന് മാറ്റി ചെക്കന്മാരെ പോലെ ഡ്രസ്സ് ചെയ്തിട്ട്, ഞാൻ കുറച്ച് സ്റ്റൈലിഷാണ്, പെണ്ണിനെ പോലെ ഡ്രസ്സ് ചെയ്തേക്കാം. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറുക്കനെ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങി ഒരു സ്കൂട്ടർ എടുത്ത് അശ്വിൻ്റെ കൂടെ പോകണം. സ്കൂട്ടറൊക്കെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ റിസോർട്ടിൽ നിന്ന്. ഐ റിയലി ഹോപ്പ് വി ഗെറ്റ് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് വെരി കോമൺ ഹിയർ. അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങണം, അത്രയൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ സ്കൂട്ടറൊക്കെ സെറ്റ് ചെയ്ത് ഡ്രസ്സും ചെയ്ത് ഇറങ്ങിയതിന് ശേഷം കാണാം. ഓക്കെ,
അശ്വിൻ പിന്നത് കാണാം. എടേ ഇത് കിടുക സാധനം അല്ലേ? ഇത് ക്യൂട്ട് സാധനം. DK Riya Krishna 5651. അതിലും 2 5 വന്നു കേട്ടോ. യു ലുക്ക് ഷാറുഖ് ഖാൻ എന്നൊക്കെ. Okay, that's enough, right? അശ്വിൻ സുഖിച്ച അശ്വിൻ. അവൻ ടിപ്പ് തരാൻ വേണ്ടി சொல்லடா. Okay. How much kilometers will go? I don't know because you can drive 20 kilometers will go? No. still enough. Helmet will need? No. You go around here, Yeah, just this area only. around here no helmet is okay. But when you go far, the big അശ്വിൻ താ എന്തായാലും ഫാർ റൂമ് പറഞ്ഞിട്ട് തല വെച്ചു. ഞാൻ വെക്കുന്നില്ല എന്തായാലും. ഞാൻ നേരത്തെ ഇവിടെ ഇങ്ങനെ വെച്ചേക്കാം. ഓക്കെ. പട്ടി വരെ പോകുന്നുണ്ട് ജോളിയായിട്ട്. ഇവിടെ ഈ ഏരിയയിലോട്ട് കറങ്ങാനാണെങ്കിൽ ഹെൽമെറ്റ് ഒന്നും വേണ്ട. കാരണം എല്ലാം കുട്ടി റോഡാണ്. എല്ലാവരും സ്ലോ ആയിട്ടാണ് വണ്ടി ഓടിച്ച് പോകുന്നത്. പക്ഷെ ദൂരോട്ട് പോയാൽ ഇവിടെ ഹെൽമെറ്റ് വേണം. വരുന്നവർക്ക് ആർക്കും ഹെൽമെറ്റ് ഇല്ല. ബാക്കിയിരിക്കുന്നവർ ഒക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. എന്നാലും സേഫ്റ്റി ഇഷ്യൂവിന് എല്ലാവരും ഹെൽമെറ്റ് വെക്കുന്നത് നല്ലതായിരിക്കും. ഇവനും എനിക്കും ഹെൽമെറ്റ് വെക്കുമ്പോൾ ഭയങ്കര തലവേദന എടുക്കും. അതുകൊണ്ട് ജസ്റ്റ് ഷോർട്ട് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ തൽക്കാലം ഹെൽമെറ്റ് വെക്കുന്നില്ല. പിന്നീട് വേണോ വേണ്ടേം തീരുമാനിക്കും. അശ്വിൻ ബാലി നേരത്തെ ഓടിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം. ബട്ട് ഇൻ ഇന്ത്യ ഹി ഡ്രൈവ്സ്. Yeah, left. I know. In India also left side. There. man, Hindus. ഹിന്ദു Where is petrol shop? അങ്ങനെ ബാലിൽ ഇങ്ങനെ ഷോർട്ട് ഹെയർ കട്ട് വേണമെന്ന് പറഞ്ഞ് മുടി ഇത്തിരി ഷോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അവസാനത്തെ കറക്റ്റായിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ എത്തി. നമുക്ക് ചെയ്യുന്ന പുള്ളിക്കാരനാണ്. ഹായ്, യു ക്യാൻ സേ ഹായ്. നമുക്ക് നോക്കാം. ഹെയർ കട്ട് ബിഫോർ ഞാൻ എടുത്തില്ല. ഓക്കെ, കുഴപ്പമില്ല. അത് മതി. ശരി. കുറച്ചുകൂടെ ഉറക്കെ സംസാരിക്കേ. അല്ലെങ്കിൽ ഇവിടെ ഉള്ള എല്ലാവരുടെയും തല വെട്ടിത്തെറിക്കുന്ന ഒരു ശബ്ദം എനിക്കുണ്ട്. Here, yeah. Here, shut down to here. Yes. Just below the shoulder. ഓ, നിനക്ക് മസാജ് ഒക്കെ ചെയ്ത് തരും അവര്. എനിക്കൊന്നും വേണ്ട. എനിക്ക് വേണം. നിന്റെ എനിക്ക് തരാം. പറയണോ മുടി? പറയണോ അശ്വിൻ മുടി? അശ്വിൻ ഫോൺ എടുത്തിട്ട് മാറ്റി പറയണോ? കുറച്ചേ വേണോളൂ. പടം കണ്ടിട്ട് ബ്ലോക്ക് ബസ്റ്റർ ആണെന്നാണ് തോന്നുന്നത്. ഫുള്ള് ചെറിയ ഒരു പുറത്തൊന്ന് ഷോർട്ടാക്കി അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തില്ല. അപ്പം ഞാൻ പറഞ്ഞ ചൂടെ ചെക്കിങ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. കാരണം നോർമൽ ബ്ലൂ ഡ്രൈ ചെയ്തത് നമുക്ക് അറിയാൻ പറ്റും. വീട്ടിൽ കുളിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു. അടിപൊളി. കൊള്ളാം കേട്ടാ. കൊള്ളാല്ലേ? സൂപ്പർ. ക്യൂട്ട് കടയിൽ ഞാൻ വന്നിട്ടുണ്ട്. കുട്ടി ബേബീസൊക്കെ ജനിച്ച അവരുടെ തൊട്ടിലിൻ്റെ മുകളിലൊക്കെ ഇടാനുള്ള കുറേ ക്രോഷേ സാധനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. വെരി പ്രിറ്റി ഷോപ്പ്, ബ്യൂട്ടിഫുൾ ഷോപ്പ്. ഇവിടെ നമ്മൾ കുറച്ച് ഐറ്റംസ് മേടിച്ചു. ഇതൊക്കെ കൂടെ പെട്ടിയിൽ എവിടെ കൊണ്ട് വെക്കുമെന്ന് ഇപ്പോഴും അശ്വിനും എനിക്കും അറിയില്ല. ബട്ട് ലെറ്റ്സ് ജസ്റ്റ് ഹോപ്പ്. അശ്വിൻ 1 million ഒപ്പിച്ചോണേ. എവിടെ ഇന്ന് 3 പേരാണ് അശ്വിൻ്റെ അടുത്ത് അശ്വിനെ കാണാൻ ഷാറൂഖ് ഖാനെ പോലെ ഇരിക്കണം പറഞ്ഞു. സുഖിച്ചോ? ഇവിടെ എല്ലാ ദിവസവും ഒരു സമയമാകുമ്പോൾ ഫുൾ പടക്കം പൊട്ടിക്കലാണ്. ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു.
നമ്മളിതേ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തി കവറൊക്കെ കൊണ്ടുവന്ന് അകത്ത് കൊടുത്ത് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാം. നമ്മൾ ഇറങ്ങാറായപ്പോഴത്തേക്കും അമ്മയും എല്ലാവരും എത്തി. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനെ കുറിച്ചൊക്കെ അശ്വിൻ പോയി ചോദിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അമ്മയ്ക്ക് ഇവിടെ ടാക്സി ബുക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് അശ്വിൻ ടാക്സി ബുക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. അമ്മ വിചാരിച്ചു അമ്മ ഇവിടെ നിന്ന് നടന്ന് തിന്നാൻ പോകണം എന്നൊക്കെ. അപ്പോൾ അശ്വിൻ മോനെ എന്തിനും നടന്ന് പോകണേ, അപ്പോൾ അമ്മോനെ എനിക്ക് സ്കൂട്ടറിൽ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അശ്വിന് സ്കൂട്ടറിലും പോകണ്ട, ടാക്സി ബുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ടാക്സി ബുക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. എൻ്റെ ബട്ടർ ചിക്കൻ വന്നു, അടിപൊളിയായിട്ടുണ്ട്. അശ്വിൻ ബിരിയാണി ടേസ്റ്റ് ചെയ്യുക. സൂപ്പർ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. തൻവിക്കായിട്ട് ഡ്രസ്സ് തപ്പി ഇറങ്ങിയതാണ്. ഇവിടെ ഒരു കടയുടെ ഫ്രണ്ടിലെത്തി, പോയി നോക്കട്ടെ. ഞാൻ ഷവർ ക്യാപ്പൊക്കെ ഇട്ട് എത്തിയിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് എൻ്റെ ഹെയർ ഒബ്വിയസ്ലി നനയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്ന് മോളിൽ പോയപ്പോഴത്തേക്കും കണ്ടൊരു സ്ക്രബ് സാധനം നമ്മൾ മേടിച്ചത്. നമ്മുടെ നാട്ടിലെ 10,000 രൂപയായി. എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ബിക്കോസ് ഫേസ് നല്ല ടാനായിട്ടുണ്ട്. അശ്വിൻ വാ ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ചേഞ്ച് ഉണ്ട്. എൻ്റെ ഈ കയ്യിലാണ് ഒരു യൂസ് ചെയ്ത്, നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. ദിസ് ഇസ് ആക്ച്വലി ലിറ്റിൽ ഫെയറർ ദാൻ ദിസ് വൺ. കണ്ടോ? എനിവേസ് ലെറ്റ് മീ ട്രൈ ഇറ്റ് ഓൺ മൈ ഫേസ്. $10,000 വാങ്ങിച്ചാലും എനിക്ക് തോന്നുന്നത് ഒരു ദിവസം ഒരാൾ മുഖത്തും ദേഹത്തും തേച്ച് കഴിഞ്ഞാൽ തീരാന്നുള്ളതേ ഉള്ളൂ. അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഉള്ളൂ അതിനകത്ത്. അത് വേറെ കാര്യം. അതാണ് ഞാൻ നോക്കണത്. എനിക്ക് ഡെഡ് സ്കിൻ ഇല്ലേ. അവർ ഡെഡ് സ്കിൻ സെൽസ് ഇളകി വരും എന്നാണ് പറഞ്ഞത്. വരുന്നുണ്ട്. ഐ കൻ ഫീൽ ഇറ്റ്. അല്ല, ഡെഡ് സ്കിൻ സെൽസ് എന്നൊക്കെ അവർ പറയുന്നതാണോ? അത് ഇതിനകത്തുനിന്ന് ഇത് എവിടെ കൊണ്ട് വരച്ചാലും വരും. എനിക്ക് തോന്നുന്നു ഇവർ ടെസ്റ്ററായിട്ട് വെച്ചേക്കണ സാധനം ഏതോ സൂപ്പർ സാധനവും വിൽക്കണ സാധനമാണ് പ്രശ്നം കേട്ടോ. അപ്പൊ മേടിച്ച നമ്മൾ ആരായി? അല്ല, എന്റെ ട്രൈ ചെയ്ത് നോക്കാം. അയ്യോ, എന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ വീഡിയോക്കകത്ത്. ഇത് മടക്കി വെച്ചിട്ടിരിക്കാം. ബെസ്റ്റ്. ഇവിടെയൊക്കെ എന്തൊക്കെയോ ഇളകുന്ന പോലെയൊക്കെ തോന്നണോ? ഞാനും ചെയ്യാം. എനിക്ക് 2 സൈഡേ ചെയ്യാനുള്ളൂ. മുടികൾ ചെയ്തുകൂടെന്ന് പറഞ്ഞു. എൻ്റെ ഈ വാച്ച് മൂടി തരും. എൻ്റെ ഈ കയ്യിൽ ചെയ്യട്ടെ. അല്ല, ഇളകിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഉദ്ദേശിക്കുമായിരുന്നു ഞാൻ. ഇവിടെ ഇത് തുറന്നാൽ മാത്രം പോകും. താങ്ക് യു. എൻ്റെ ഇച്ചിരി ഇട്ട് തരാമോ ഇതിലും കൂടെ? അവർ ഇതിൽ ഇപ്പുറത്ത് ചെയ്ത കൂടെ ഇവിടെയും ചെയ്ത് കൊടുത്തു. ഇത് മൊത്തത്തിൽ കോമഡി ആയിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ ഇല്ലെന്ന് വരുമ്പോൾ കാണിക്കാം. ഓക്കെ, സോ ആ സ്ക്രബ് ഇട്ടു. ഭയങ്കരമായൊരു ചേഞ്ച് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. പക്ഷെ ഒരു ചെറിയ നമുക്കൊരു ഗ്ലോ, ബ്രൈറ്റ്നെസ് ഫേസിൽ കാണാൻ വരുന്നുണ്ട്. പിന്നെ സ്കിന്നിൽ ഞാൻ അല്ലാതെ ചില ലോഷൻസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞാൻ ഏത് ലോഷനാണ് യൂസ് ചെയ്തതെന്നൊക്കെ സൂൺ ട്രിവാൻഡ്രം എത്തിയതിന് ശേഷം ഞാൻ പറയാം. അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു കഥയായി മാറും. സോ നമുക്ക് ഇനി ബാക്കി വ്ളോഗ്സ് ഒക്കെ ട്രിവാൻഡ്രം എത്തിയതിന് ശേഷം കാണാം. ബിക്കോസ് ടുനൈറ്റ് ഇസ് ദ ലാസ്റ്റ് ഡേ വി ആർ ഇൻ ബാലി. ടുമോറോ മോർണിംഗ് വി ലീവിങ് ടു ട്രിവാൻഡ്രം. നാളെ സിംഗപ്പൂർ പോയി കളക്ടിങ് ഫ്ലൈറ്റ് ആണ്. എല്ലാം കൂടെ നാളത്തെ നമ്മുടെ ഇന്ത്യൻ ടൈം ഒരു 10:30 ആകുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രം തിരിച്ചെത്തും. സോ തൻവിയുടെയും ലിയാൻ്റെയും ഫ്ലൈറ്റ് അവർ ഡേറ്റ് മാറ്റി October 7th ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചു പോയിട്ട് വി ക്യാൻ സ്റ്റിൽ സീ തൻവി ആൻഡ് ലിയാൻ. അശ്വിൻ ദേ ഇവിടെ ബോഡി വാഷ് ചെയ്ത് ഞാൻ സൈഡിൽ മാറി നിൽക്കുകയാണ്. ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരുന്നുണ്ട്. വരും. സോ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബാലി അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ, ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സീ യു ഓൾ സൂൺ ഓൺ മൈ നെക്സ്റ്റ് വ്ളോഗ്. ടിൽ ദെൻ, ബൈ. No. Was it sukumar?